നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ 4 വിക്കറ്റിന്റെ വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. കട്ടക്കിലെ ബാരാമതി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. സെഞ്ചുറി നേടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും കളിയിലെ രക്ഷകനായി ഇന്ത്യയുടെ ജയത്തോടെ 3 മത്സര പരമ്പര സ്വന്തമാക്കാനും സാധിച്ചു ഇന്ത്യക്ക്. പരമ്പരയിലെ അവസാന മത്സരം 12-ന് അഹമ്മദാബാദിലാണ് നടക്കുന്നത്. ഇന്ത്യ വിജയിച്ചതോടെ പരമ്പരയിലെ 3-ാം മത്സരം അപ്രസക്തമായിട്ടുണ്ട്. എന്നാൽ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് അവസാന പരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച വേദിയായിരിക്കും 3-ാം ഏകദിനം. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിൽ കളിച്ച ടീമിൽ ചില വമ്പൻ മാറ്റങ്ങൾ വരുത്തി ഇന്ത്യ 3-ാം മത്സരത്തിൽ ഇറങ്ങാനാണ് സാധ്യതകൾ. ചില സൂപ്പർ താരങ്ങൾക്ക് ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ വിശ്രമവും നൽകിയേക്കും. അത്തരത്തിൽ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ ടീമിൽ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യ 2 മത്സരങ്ങളിലും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത താരമാണ് ശുഭ്മൻ ഗിൽ. നാഗ്പൂരിൽ നടന്ന 1-ാം ഏകദിനത്തിൽ 87 റൺസ് നേടിയ താരം ഖട്ടക്കിൽ 60 റൺസാണ് സ്കോർ ചെയ്തത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷകളിൽ ഒരാളാണ് ഗിൽ. അതുകൊണ്ട് തന്നെ 3-ാം ഏകദിനത്തിൽ നിന്ന് ഗില്ലിന് ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ സാധ്യത കൂടുതലാണ്. ഗില്ലിന് വിശ്രമം നൽകി പുറത്തിരുത്തുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളിന് ടീമിൽ ഇടം ലഭിച്ചേക്കും. നേരത്തെ നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഏകദിന അരങ്ങേറ്റം കുറിച്ച ജയ്സ്വാളിന് പക്ഷെ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായ ജയ്സ്വാളിന് ടൂർണമെന്റിന് മുൻപ് ഒരു അവസരം കൂടി നൽകുന്നതായിരിക്കും നല്ലത്. ആദ്യ 2 ഏകദിനങ്ങളിലും ഇന്ത്യക്കായി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു പ്രധാന താരമാണ് ശ്രേയസ് അയ്യർ. ആദ്യ മത്സരത്തിൽ 59-ഉം 2-ാം ഏകദിനത്തിൽ 44 റൺസുമാണ് ശ്രേയസ് നേടിയത്. ഈ പ്രകടനങ്ങളിലൂടെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രേയസിന് സാധിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ 3-ാം ഏകദിനത്തിൽ നിന്ന് ശ്രേയസിന് ഇന്ത്യക്ക് വിശ്രമം നൽകാവുന്നതാണ്. ശ്രേയസിന് വിശ്രമം അനുവദിച്ചാൽ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് പ്ലേയിങ് 11-ൽ അവസരം നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. 3-ാം ഏകദിനത്തിൽ യുവ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനും ഇന്ത്യക്ക് പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യ 2 മത്സരങ്ങളിലും പുറത്തിരുന്ന സുന്ദറിനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പരീക്ഷിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ്. സുന്ദറിനെ കളിപ്പിക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേലിനാകും പ്ലേയിങ് 11-ൽ നിന്ന് സ്ഥാനം നഷ്ടമാവുക. ആദ്യ 2 കളികളിൽ പുറത്തിരുന്ന യുവ പേസർ അർഷ്ദീപ് സിംഗിനും 3-ാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചേക്കും. മുഹമ്മദ് ഷമിക്ക് പഴയ മൂർച്ചയിൽ പന്തെറിയാൻ സാധിക്കുന്നില്ല എന്ന് ആദ്യ ഏകദിനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അർഷ്ദീപിന് ഇന്ത്യയുടെ തന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചേക്കും. 3-ാം ഏകദിനത്തിൽ ഹർഷിത് റാണയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് കളിക്കാനും സാധ്യതയുണ്ട്.